ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി 9 മണിക്കാണ് ക്ഷേത്ര ദർശനം നടത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രമുള്ളത്. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ശ്രീകാർത്തിക, തീർച്ചയായും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. ഇവിടെയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ കിഴക്കേ നടയിലാണെങ്കിൽ പോലും കൃത്യമായുള്ള നിയന്ത്രണം, അതായത് രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ ചടങ്ങുകൾ, ഈ ഒരു വിവാഹം, ചോറൂണടക്കമുള്ള ചടങ്ങുകൾ 7 മണിക്ക് മുൻപ് തന്നെ തീർക്കണം. അതിനുശേഷം 10 മണിക്ക് ശേഷമേ അത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാകൂ. ഈ ഒരു സമയത്ത് ഉപരാഷ്ട്രപതി വരുന്ന ഈ ഒരു സമയത്ത് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഭക്തർക്ക് ഈ ഒരു നടപ്പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 9 മണിയോടുകൂടിയാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. അതിന് തൊട്ട് മുൻപായി ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ 8:50 അദ്ദേഹം എത്തും. തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും. കൃത്യം 9 മണിയോടുകൂടി തന്നെ ഇവിടെ ദർശനം നടത്തും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ ഔദ്യോഗികമായ ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. വിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് തന്നെ പോകും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. വലിയ സ്വീകരണം തന്നെയായിരുന്നു. ഗവർണർ അടക്കം അദ്ദേഹത്തെ സ്വീകരിച്ച കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താനായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ ചോറൂണ്, അതുപോലെ തന്നെ വിവാഹം, ഇതെല്ലാം 7 മണിക്ക് മുൻപ് തന്നെ നടത്തണം എന്നുള്ളൊരു കാര്യം ഈ ക്ഷേത്രം അധികൃതർ പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് ശേഷം മാത്രം 10 മണിക്ക് ശേഷമേ മറ്റ് ചടങ്ങുകൾ വീണ്ടും അത് പുനരാരംഭിക്കുകയുള്ളൂ. അതായത് ചോറൂണ്, വിവാഹം അടക്കമുള്ള ചടങ്ങുകൾ 10 മണിക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുക. അത്തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു റോഡ് മൊത്തം, ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള റോഡുകൾ മൊത്തം കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വഴിയിൽ തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കാൻ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വഴി തിരിച്ചു വിടുന്നുണ്ട്. ക്രമീകരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൻ്റെ വലിയൊരു സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരത്തിലാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. കൃത്യമായ നിയന്ത്രണം പാലിച്ചത് മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ. മാധ്യമങ്ങൾക്കടക്കം കൃത്യമായ നിയന്ത്രണമുണ്ട്. നമുക്കറിയാം PRD ആണ്. PRDക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത്